ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു ടെപ്പിഡ് സ്റ്റാർട്ടാണ്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ഇന്ന് വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് ഹോളിഡേയ്സ് ഇന്നലത്തെ ഹോളിഡേക്ക് ശേഷം ഇന്ന് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജാപ്പനീസ് മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ജപ്പാനിലെ വാറൻ ബഫറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള കമ്പനികളെല്ലാം തന്നെ മുന്നേറുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ചൈനീസ് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ഹാങ്സെങ് ഇൻഡെക്സിലൊക്കെ വലിയ ഇടിവുണ്ടാക്കിയിട്ടുള്ളത്. ചൈനയ്ക്ക് മേൽ വലിയ രീതിയിലുള്ള ചിപ്പ് കൺട്രോളാണ് ട്രംപ് വീണ്ടും അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനീസ് ടെക്നോളജി സ്റ്റോക്കുകൾ അതുപോലെ തന്നെ ആലിബാബ IDR ഒക്കെ നല്ല രീതിയിൽ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ആലിബാബ ട്രേഡ് ചെയ്യുന്നത് ഏഷ്യൻ മാർക്കറ്റിൽ 7-8% താഴെയാണ്. ആലിബാബയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് സ്ക്രൂട്ടനൈസേഷന് വേണ്ടി വരുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആലിബാബയുടെ ADRകൾ ഇന്നലെ അമേരിക്കയിൽ താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്, 33 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 29.88 പോയിന്റ് വീക്കായിട്ടും അതുപോലെ തന്നെ നാസ്ഡാക്ക് 237.08 പോയിന്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 14.71 പോയിന്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് 18.98 ഉയർന്നിരിക്കുകയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. നാളെയാണ് NVIDIAയുടെ റിസൾട്ട് വരുന്നത്. NVIDIAയുടെ റിസൾട്ടിന് മുമ്പ് NVIDIA താഴെ വന്നിട്ടുണ്ട്. നാളത്തെ റിസൾട്ടിന് ശേഷമാണ് നമുക്ക് NVIDIAയുടെ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ചൈനീസ് ടെക് കമ്പനികൾ വലിയ രീതിയിലുള്ള ഓർഡറാണ് NVIDIA ചിപ്പുകൾക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും NVIDIAയുടെ റിസൾട്ടും അതുപോലെ തന്നെ ഗൈഡൻസ് തന്നെയാണ് മാർക്കറ്റിനെ നാളെ ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ മെജോറിറ്റി മാർക്കറ്റുകൾ വീക്കായിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിരുന്നു. നമ്മളും ഇന്നലെ പുതിയ ലോയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്ത് പുതിയ ലോ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റി വീണ്ടും 22,250, 22,000, 21,800 വരെയൊക്കെ ഫർദർ ഗ്ലോബൽ സെൽ ഓഫും നെഗറ്റീവ് സെൻറ്റിമെൻറ്റും വരികയാണെങ്കിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേസമയം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളൊക്കെ അറ്റ് എവരി ഫാളിൽ ബൈയിങ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഒപ്പം നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $2,959.8 പെർ ഔൺസ് ആണ് ഇന്നലെ ഹിറ്റ് ചെയ്ത പുതിയ റെക്കോർഡ് ഹൈ സ്പോട്ട് മാർക്കറ്റിൽ. അതുപോലെ തന്നെ $2,973.74 പെർ ഔൺസ് ആണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ഹിറ്റ് ചെയ്ത പുതിയ റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ട്രെൻഡ് പൊതുവെ പോസിറ്റീവാണ്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന പോലെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള വാല്യുവേഷൻ നല്ല രീതിയിൽ താഴെ വന്നിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇന്നലെ നല്ല ബൈയിങ് ദൃശ്യമായിരുന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നോളജി ഷെയർസിലുണ്ടായിരുന്ന സെൽ ഓഫ് ആണ് ഇന്നലെ നിഫ്റ്റിയുടെ ഫാളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അതോടൊപ്പം തന്നെ ബാങ്ക് സ്റ്റോക്കുകൾ ഇന്നലെ താഴെ വന്നിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൺസോൾട്ടേഷൻ മോഡാണ്. അതുകൊണ്ട് തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള റിക്കവറി ഒക്കെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധ്യതകളുണ്ട്. NTPC ഗ്രീൻ അതുപോലെ തന്നെ നെസ്ലെ ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് എല്ലാവർക്കും വേണ്ടിയുള്ള യൂണിവേഴ്സൽ പെൻഷൻ സ്കീം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഫോർമാലിറ്റീസ്, എങ്ങനെയാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അതൊക്കെ അടുത്ത മാസങ്ങളിൽ ഡീറ്റെയിൽ ഡിസ്കഷന് ശേഷം അനൗൺസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 13 എയർപോർട്ടുകൾ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള നീക്കത്തിൽ ഗവൺമെൻറ് ഒന്ന് സ്പീഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ നീക്കമൊക്കെ അടുത്ത വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ
എൻഡോട് കൂടിയിട്ട് ഈ 13 എയർപോർട്ടുകളും പ്രൈവറ്റൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് ആണ് മാർക്കറ്റിലുള്ളത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാറ്റ് എവറി ഫാളിൽ 3-4 ഘട്ടമായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്ന ഡിസിഷൻ നന്നായിരിക്കും. നമ്മുടെ നിഫ്റ്റി PE നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 ഇയർ ആവറേജിനടുത്താണ്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഇൻഡെക്സുകളുടെ PEയും ഓൾമോസ്റ്റ് 5 ഇയർ 2 ഇയർ 3 ഇയർ ആവറേജിനടുത്തൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അറ്റ് എവരി ഫാളിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ അതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് ഓഹരികൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.